നമസ്കാരം. മാക് വിഷൻ ചാനലിന്റെ ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് മുഹമ്മദ് അഹമ്മദി കമ്പനിയിലെ പ്രൊജക്ട്സ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മാനേജറായ മിസ്റ്റർ അമദേഷ് ടി പി ആണ്. സ്വാഗതം സർ. നന്ദി മിസ്റ്റർ അമൽ. ആദ്യമായി ഓർമ്മച്ചെപ്പ് എന്ന പരിപാടിയിലേക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചതിന് മാക് മാനേജ്മെന്റിനോടും മാക് വിഷൻ ചാനലിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സാർ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ? സാർ, ആദ്യമായി ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് കുടുംബവും കുട്ടിക്കാലവും ചേർന്നാണ്. സാറിന്റെ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും അമൽ. ഞാൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ പുതിയാപ്പ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലായിരുന്നു. ഞാൻ പഠിച്ചതും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, ഞാൻ ജനിച്ചു വളർന്നത് വലിയൊരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അച്ഛൻ്റെ ജ്യേഷ്ഠന്മാർ, അച്ചച്ചൻ്റെ ജ്യേഷ്ഠന്മാർ, അങ്ങനെ ഒരു വലിയൊരു കുടുംബമായിരുന്നു. കാലക്രമേണ എല്ലാവരും അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെറിയ ചെറിയ വീടുകൾ വെച്ച് മാറിപ്പോയി. ഞങ്ങളും ഇപ്പോൾ ചെറിയൊരു വീട് വെച്ച് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ താമസിക്കുന്നത് പറയുമ്പോൾ അച്ഛൻ്റെ പേര് രാജൻ, അമ്മൻ്റെ പേര് ചിത്ര എന്നാണ്. പിന്നെ എനിക്കൊരു അനുജത്തിയുണ്ട്. അനുജത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അനിയത്തിൻ്റെ പേര് പ്രിയങ്ക എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് ഷമീർ എന്നാണ്. അവർക്ക് 2 കുട്ടികൾ. ഒരാളുടെ പേര് സായൻ, അവനിപ്പം കുസാറ്റിൽ എഞ്ചിനീയറിംഗ് ചെയ്യാണ്. രണ്ടാമത്തെ മകൻ റിതിൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. പിന്നെ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ സഹധർമ്മിണിയുടെ പേര് കാവ്യ എന്നാണ്. ഞങ്ങൾക്കൊരു മകനുണ്ട്. മകൻ്റെ പേര് ആഗ്നേയ് അമൃതേഷ് എന്നാണ്. ഇപ്പോൾ ഞാനും ഭാര്യയും എൻ്റെ മകനുമായിട്ട് ബഹ്റിനിൽ ഞങ്ങൾ താമസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ സന്തുഷ്ട കുടുംബം. സാറിൻ്റെ കുടുംബത്തെക്കുറിച്ചും കുട്ടിക്കാലത്തെക്കുറിച്ചും കേട്ടതിൽ സന്തോഷമുണ്ട്. സന്തുഷ്ട കുടുംബത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, സാർ, എന്താണ് സാർ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? വലിയൊരു ചോദ്യമാണ് അമൽ ചോദിച്ചത്. എന്നിരുന്നാലും എൻ്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറയാം. നമ്മളെപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ചാലഞ്ചസും, എല്ലാതരം സ്ട്രഗിൾസും നമ്മളത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എല്ലാം ഉണ്ടാവുന്നത് ഒരു കാരണത്തിന് വേണ്ടിയാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക. അത് ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇതാണ് ഈ ചെറിയൊരു അറിവ് വെച്ചിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സാർ, അടുത്തായി നമുക്ക് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാം. എന്താണ് സാർ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം? ആ മനോഹരമായ യാത്രയെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കാമോ? ഈ പ്രവാസ ജീവിതത്തെക്കുറിച്ച് ഫസ്റ്റ് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ അമ്മാവനോടാണ്. അമ്മാവൻ മുഖാന്തരമാണ് ഞാൻ ബഹ്റിനിലേക്ക് വന്നത്. അതിനു മുമ്പേ എല്ലാവരെയും പോലെ തന്നെ കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഗൾഫിലേക്ക് വരിക, പുറത്തു പോയിട്ട് ജോലി ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ പഠനത്തിന് ശേഷം മുംബൈയിലേക്കായിരുന്നു പോയത്. മുംബൈയിൽ ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു മുംബൈയിൽ പോയിട്ട് ഓഫ് ഷോർ ഫീൽഡിലായിരുന്നു ആദ്യമായിട്ട് ജോലി ചെയ്തത്. സേഫ്റ്റി ഓഫീസറായിട്ടായിരുന്നു ജോലി ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഓഫ് ഷോർ ഫീൽഡ് എന്ന് പറയുന്നത് 4 വാർഡും ചുറ്റപ്പെട്ട് കിടക്കുന്ന കടലായിരുന്നു ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. 4 വർഷത്തോളം ഓഫ് ഷോർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്മാവൻ ഇവിടെ ബഹ്റിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അമ്മാവനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മുഖാന്തരം അമ്മാവനും പറഞ്ഞു ഇവിടെ സേഫ്റ്റി മേഖലയിൽ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന്. അങ്ങനെ അമ്മാവൻ മുഖാന്തരം എൻ്റെ CV നമ്മുടെ മുഹമ്മദ് അഹമ്മദിയിൽ GM സാറിന് കൊടുക്കാൻ സാധിച്ചു. GM സാറുടെ കരുണ മുഖാന്തരം ആ ജോലി കിട്ടാനും എനിക്ക് പറ്റി. 2012 മെയ് 16 മുതൽ മുഹമ്മദ് അഹമ്മദിയിലേക്ക് വന്നു. ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കമ്പനി മുഖാന്തരം ഉണ്ടായി. ഞാൻ ആദ്യം ഇവിടെ ജോബ് കയറുമ്പോൾ സേഫ്റ്റി ഓഫീസറായിട്ടായിരുന്നു കയറിയത്. പിന്നെ പടിപടിയായി ഉയർന്നു ഇന്ന് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രൊജക്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഞാൻ ജോലി ചെയ്തു വരും. ഇതാണ് എൻ്റെ ഒരു മനോഹരമായിട്ടുള്ള പ്രവാസ ജീവിതം. സാറിൻ്റെ പ്രവാസ ജീവിതയാത്ര അനുഭവങ്ങൾ പങ്കുവച്ചതിൽ സന്തോഷമുണ്ട്. അടുത്തതായി, ജീവിതം കയ്പും മധുരവും നിറഞ്ഞാണെന്നാണല്ലോ പറയപ്പെടുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും അനുഭവങ്ങൾ സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കാമോ സാർ? തീർച്ചയായും അവലെ. എല്ലാവരെയും പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കയ്പും മധുരവും ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ആദ്യമായി നമുക്ക് മധുരമുള്ള ഓർമ്മകൾ പങ്കുവെക്കാം.
കുട്ടിക്കാലത്ത് സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഫുട്ബോൾ ബാഗ് വെച്ചിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത്, ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്, ഇതെല്ലാം എൻ്റെ ഒരു ഭയങ്കര ഒരു മധുരമുള്ള ഓർമ്മയാണ്. അതുകൂടാതെ കാലക്രമേണ നമ്മളുടെ പഠനവും മുന്നോട്ട് പോയി. പിന്നീട് ജോബിന് ട്രൈ ചെയ്തു, ജോബ് കിട്ടി. ഇന്ന് ബഹ്റിനിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ മുഹമ്മദ് അഹമ്മദി കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ സാധിച്ചു. അതിനുശേഷം എൻ്റെ കല്യാണം, ഇപ്പോൾ എനിക്കൊരു മോനുണ്ടായി. ഇന്ന് നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കുടുംബം സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു മധുരമുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയ്പുള്ള അനുഭവങ്ങളും ഉണ്ടാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ അനുഭവങ്ങളും നമ്മൾ പോസിറ്റീവായി ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ജീവിതത്തിന് കയ്പും നമുക്ക് മധുരമുള്ളതാക്കി മാറ്റാൻ പറ്റുന്നത്. എന്നിരുന്നാലും അമലെ, എൻ്റെ അച്ചച്ചൻ്റെയും അമ്മമ്മയുടെയും വിയോഗം, അതുപോലെ തന്നെ എൻ്റെ വല്യച്ഛൻ്റെ വിയോഗവും എന്നെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ കയ്പേറിയതും മധുരമേറിയതുമുള്ള എക്സ്പീരിയൻസ്. അടുത്തായി നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താങ്കളുടെ ഭാര്യയിൽ അല്ലെങ്കിൽ താങ്കളുടെ സഹധർമ്മിണിയിൽ താങ്കൾ കണ്ടെത്തിയ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പങ്കുവെക്കാമോ? വളരെ ശ്രദ്ധിച്ച് മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ് താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത്. തീർച്ചയായും സത്യസന്ധമായ രീതിയിൽ തന്നെ ഞാൻ മറുപടി പറയാം. ആദ്യമായി ഞാൻ സർവേശ്വരനോട് എനിക്ക് എൻ്റെ സഹധർമ്മിണിയായ കാവ്യയെ കിട്ടിയത് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് നല്ല ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് കാവ്യ. ഇത് ഞാൻ പറയാനുള്ള കാരണം എൻ്റെ അച്ഛനമ്മമാരോടും മറ്റു മുതിർന്ന കുടുംബാംഗങ്ങളോടുമുള്ള കാവ്യയുടെ പെരുമാറ്റം തന്നെയാണ്. നമ്മളെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ജീവിത പങ്കാളിയുടെയും കൂടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ അതിൽ ഇന്ന് പൂർണ്ണ സംതൃപ്തനാണ്. യാതൊരു പരിഭവവും പരാതിയും കാര്യമായ ആഗ്രഹങ്ങളും ഒന്നും തന്നെ ഞാൻ കാവ്യയിൽ കണ്ടിട്ടില്ല. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ കുറവുകളിലും എന്നോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ നിൽക്കാൻ കാവ്യക്ക് ഭയങ്കരമായൊരു കഴിവുമുണ്ട്. അടുത്ത ജീവിതത്തിലും എൻ്റെ സഹധർമ്മിണിയായി കാവ്യയെ തന്നെ തരണമേ എന്ന് ഞാൻ ജഗദീശ്വരനോട് അപേക്ഷിക്കും. സർ, ജീവിത പങ്കാളിയെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്തതായി ഔദ്യോഗിക ജീവിതത്തിൽ താങ്കളുടെ ഓർമ്മകളും അനുഭവങ്ങളും ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും അമലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഔദ്യോഗിക ജീവിതം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മുംബൈയിൽ വെച്ചായിരുന്നു. 4 വർഷം ഞാൻ മുംബൈയിൽ ജോലി ചെയ്യുകയുണ്ടായി. അവിടെ നിന്ന് നമുക്ക് പല പല സ്റ്റേറ്റിലുള്ള ആളുകളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. അതുകൂടാതെ അവരുടെ കൾച്ചർ, അവരുടെ ഭാഷ, അവരുടെ ഫുഡ് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. അതിനുശേഷമാണ് ഞാൻ മുഹമ്മദ് അഹമ്മദിൽ ജോലി ചെയ്യുന്നത്. ഇവിടെ വന്നപ്പം കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോ ദിവസവും ഡേ ബൈ ഡേ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, നമ്മളെ സീനിയേഴ്സ് നമുക്ക് തരുന്ന അഡ്വൈസസ് എല്ലാം വളരെ വലുതാണ്. പിന്നെ നമുക്ക് മന്ത്ലി ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഒരു മീറ്റിങ്ങിൽ വെച്ച് GM സാറിൽ നിന്ന് കിട്ടുന്ന അഡ്വൈസസ്, അത് നമുക്ക് വളരെ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് ജീവിതത്തിന് തരുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒഫീഷ്യൽ ലൈഫിലുള്ള ഒരു നല്ല അനുഭവങ്ങൾ. സർ, അടുത്തതായി വ്യക്തിത്വ വികസനം ജീവിതത്തിൽ ഒരു പ്രധാന ഘടകമാണ്. ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങയുടെ കാഴ്ചപ്പാട് ഒന്ന് പങ്കുവെക്കാമോ? നല്ലൊരു ചോദ്യമാണ് അമലി ചോദിച്ചത്. വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഞാൻ മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഓരോ സ്റ്റാഫും അവരുടെ മാറ്റവും അതിനുള്ള ഉദാഹരണമാണ്. അതിനൊരു സുപ്രധാന കാരണമുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ജനറൽ മാനേജർ പത്മകുമാർ സാർ തന്നെയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഓരോ പ്രാവശ്യവും അദ്ദേഹവുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന മാറ്റങ്ങൾ. അത് ശരീരഭാഷ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് വേറെ പലതരത്തിലുള്ള ചിന്താഗതിയിലുള്ള മാറ്റവും വളരെ പ്രധാനമുള്ളത്. അദ്ദേഹം എപ്പോഴും നമ്മുടെ എല്ലാവരെയും വ്യത്യസ്തമായി ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സഹപ്രവർത്തകരെ എപ്പോഴും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഡെവലപ്മെൻറ്റ് തീർച്ചയായും എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തതായി സാർ, കല, സാഹിത്യം, കായികം എന്നും നമ്മുടെ സ്വപ്നത്തെയും യൗവനത്തെയും പുനഃസൃഷ്ടിക്കുമെന്നാണ് പറയപ്പെടുന്നത്.
താങ്കളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ഏതൊക്കെയാ സാർ? നല്ലൊരു ചോദ്യമാണ് അവനെ. യെസ്, താങ്കൾ പറഞ്ഞ പോലെ കായികത്തിനും സാഹിത്യത്തിനും കലയ്ക്കും നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പ്രാധാന്യത്തിനുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് ഫസ്റ്റ് വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെണ്ട കൊട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത അഭിലാഷമായിരുന്നു. രാവിലെ തന്നെ നാട്ടിലുണ്ടാവുന്ന സമയത്ത്, കുട്ടിക്കാലത്ത് തന്നെ രാവിലെയും വൈകിട്ടും പോയി അമ്പലത്തിൽ പോയി ചെണ്ട കൊട്ടുക, ഇത് തന്നെയായിരുന്നു എൻ്റെ ഒരു ആഗ്രഹവും. പിന്നീട് നമ്മൾ പഠനം കഴിഞ്ഞ് നമ്മുടെ ഒഫീഷ്യൽ ലൈഫിലേക്ക് വന്നു. അപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് ഈ ചെണ്ട കൊട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്കും കിട്ടി, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അത് ഉണ്ട് എന്നുള്ളത് ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ വരുന്ന 1000+ എംപ്ലോയീസിന് ചെണ്ട മാത്രമല്ല, ഡാൻസ് കളിക്കാനുള്ളത്, പാട്ട് പാടാനുള്ളത്, സ്പോർട്സിനുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യവും നമ്മുടെ കമ്പനി ചെയ്തു കൊടുക്കും. ആളുകൾ പറയാറുണ്ട് പ്രവാസ ജീവിതം ഒരു നിർജീവീകരണമുള്ള ജീവിതമാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കമ്പനി അതെല്ലാം മാറ്റിമറിച്ചൊരു കമ്പനി. എല്ലാത്തിനും നമുക്കതിനുള്ള പ്രാധാന്യവും കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും ചെയ്തിട്ട് എൻജോയും ചെയ്യുന്നുണ്ട്. നമ്മളെ ഓപ്പറേറ്റീവ്സ് ലെവൽ മുതൽ നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ് വരെ അത് ആസ്വദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സോ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ് കല, സാഹിത്യം, കായികം. സാർ, അടുത്തതായി ജീവിതത്തിൽ എന്തായി തീരണമെന്നാണ് കുട്ടിക്കാലത്തെ താങ്കളുടെ ആഗ്രഹം? ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? താങ്കളുടെ ജീവിതയാത്രയെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒന്ന് വിലയിരുത്താമോ? താങ്കൾ വളരെ വലിയൊരു ചോദ്യമാണ് ചോദിച്ചത്. എന്നിരുന്നാലും ഞാൻ ചെറിയ രീതിയിൽ അതിന് മറുപടി പറയാം. ഞാൻ താങ്കളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെണ്ടക്കൊട്ട് തന്നെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിലുള്ള ഭയങ്കര ഒരു ആഗ്രഹവും ലക്ഷ്യവും. പക്ഷേ താങ്കൾക്കറിയാലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വെറും ചെണ്ടക്കൊട്ട് കൊണ്ട് മാത്രം ഉപജീവനം നടത്താൻ പറ്റില്ല. പഠനശേഷം ഞാൻ മുഹമ്മദ് അഹമ്മദിയിൽ ജോയിൻ ചെയ്തു. എല്ലാവരെയും പോലെ എനിക്കും ഭാഗ്യം കിട്ടി ജോലിയോടൊപ്പം ചെണ്ടയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ. എനിക്ക് മാത്രമല്ല, നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന 1000+ എംപ്ലോയീസിനും ആ ഭാഗ്യം ലഭിച്ചു. വെറും ചെണ്ട മാത്രമല്ല, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, സ്പോർട്സിലായിക്കോട്ടെ, എന്ത് വേണ്ട എല്ലാ കാര്യത്തിലും നമുക്ക് ആ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ എല്ലാവരെയും പോലെ തന്നെ നമ്മൾ കാലക്രമേണ വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യങ്ങളും ജീവിത അഭിലാഷങ്ങളും മാറി മാറി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിലേറ്റവും വലിയ ഒന്നായിരുന്നു ഒരു സ്ഥിര വരുമാനമുള്ള ജോലി. അത് ദൈവാനുഗ്രഹം കൊണ്ടിന്ന് കിട്ടി. പിന്നെ സ്വന്തമായി ഒരു വീട് വെക്കുക, എൻ്റെ അമ്മേനെയും അച്ഛനെയും നല്ല സേഫായ ഒരു പ്ലേസിൽ വെക്കുക എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. അതും നിറവേറി. പിന്നെ കല്യാണം, കുട്ടി, ഇതൊക്കെ ജഗദീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിനും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി സുപ്രധാന ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. എന്താണ് താങ്കളുടെ സ്ട്രോങ് ആൻഡ് വീക്ക് പോയിന്റ്? താങ്കൾ ചോദിച്ചത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരാളുടെ സ്ട്രോങ് പോയിന്റും വീക്ക് പോയിന്റും. സ്ട്രോങ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, എൻ്റെ സ്ട്രോങ് പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്. അതെൻ്റെ ഒരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം അത് സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, എല്ലാം പോസിറ്റീവായി ചിന്തിക്കാനുള്ളൊരു കഴിവ്, അത് തന്നെയാണ് എൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റായിട്ട് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് നോ എന്ന് പറയാനുള്ളൊരു മടി. ആരെങ്കിലും എന്തും പറഞ്ഞാൽ മുഖത്ത് നോക്കി നോ എന്ന് പറയാനുള്ളൊരു മടി, അതാണ് എൻ്റെ ഏറ്റവും വലിയ വീക്ക് പോയിന്റ്. സർ, അടുത്തതായി നമ്മുടെ ഔദ്യോഗിക ജീവിതവും സ്വകാര്യ ജീവിതവും ഒരേപോലെ കൊണ്ടുപോകാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? താങ്കളുടെ അഭിപ്രായം എന്താണ്? മിസ്റ്റർ അഹമ്മദ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. പക്ഷേ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുമുണ്ട്. ഒരിക്കലും നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫും ഒഫീഷ്യൽ ലൈഫും മിക്സ് ചെയ്യാതിരിക്കും. നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ ഓഫീസിലേക്ക് കൊണ്ടുവരാതെ നമ്മൾ ശ്രമിക്കുക. ഞാൻ അതാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഫീസിലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ കൊണ്ടുപോയി മിക്സ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നാൽ അത് നമുക്ക് പ്രാപ്തമാവും. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും രണ്ടും കൂടെ മിക്സ് ചെയ്യരുത്. സാർ, അടുത്തതായി മുഹമ്മദ് അഹമ്മദി കമ്പനിയിലെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും മിസ്റ്റർ അമൽ, നമ്മുടെ കമ്പനിയിലെ വെൽഫെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആദ്യമായി
നമ്മൾ ഇതിലൊരു വെൽഫെയർ കമ്മിറ്റി നമുക്കുണ്ട്. വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, കോർഡിനേറ്റർ ആൻഡ് കമ്മിറ്റി മെമ്പേഴ്സ്, ഇത്രയും ആളുകൾ അടങ്ങിയ ഒരു പാനൽ തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. വെൽഫെയർ കമ്മിറ്റിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഒരു 1 year ഉള്ള ഒരു കളർഫുൾ ഗ്രാഫ് തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ വെൽഫെയർ കമ്മിറ്റി നമുക്ക് തരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സർവീസ് എന്നതാണ്. ഒരു വർഷത്തിൽ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന കലാ കായിക വിനോദങ്ങളാണ് നമ്മുടെ കമ്പനിയിൽ എല്ലാ ജീവനക്കാർക്ക് വേണ്ടിയും നടത്തപ്പെടുന്നത്. അതിൽ പാട്ട്, ഡാൻസ്, മിമിക്രി, വോളിബോൾ, ക്യാരംസ്, ചെസ്, ഓട്ടം, ചാട്ടം എന്തിനു വേണ്ട എല്ലാ തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ ഉല്ലാസത്തിനുള്ള വേദി നമ്മുടെ മാക്കിൽ ലഭ്യമാണ്. ഒരു പ്രവാസ ജീവിതത്തിൽ മാനസിക മുരടിപ്പ് എന്ന ഒരു വലിയ വിപത്തിനെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ കമ്പനിയിൽ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും അതുപോലെ തന്നെ മറ്റെല്ലാ സ്റ്റേജ് പെർഫോമൻസുകൾക്കും വേദി ലഭിച്ചു എന്നുള്ളതാണ്. ഈ കമ്പനിയിൽ നിന്നാണ് എനിക്ക് അതിനെല്ലാം സാധ്യമായത്. എനിക്ക് മാത്രമല്ല, 1000-ലധികം വരുന്ന നമ്മുടെ എല്ലാ ജീവനക്കാർക്കും ഇതിൻ്റെ ഗുണഗണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നത് ബഹ്റിനുള്ള മറ്റു കമ്പനികൾക്ക് ഒരു മാതൃകയാണ്. അതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, അടുത്തതായി എനിക്ക് പണത്തെക്കുറിച്ചാണ് അറിയാൻ ആഗ്രഹം. താങ്കളുടെ കാഴ്ചപ്പാടിൽ പണത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? പണം ഒരു വിനിമയ ഉപാധി, ചെറിയൊരു കാര്യമല്ല കേട്ടോ. പണമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നും ചെയ്യാനാവാത്ത ഒരവസ്ഥയാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു ഉപാധി. പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഒരു ചിന്താഗതിയിൽ സത്യസന്ധമായി നേർവഴിയിലൂടെ സമ്പാദിക്കുന്ന പണം നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. ഇതാണ് പണത്തെക്കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാട്. സാർ, പണത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരാളുടെ ജീവിതത്തിന് ഉയർച്ചയ്ക്ക് അനിവാര്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ? ഒന്ന് വിശദീകരിക്കാം. അമൽ, ഒരിക്കൽ കൂടി നല്ലൊരു ചോദ്യം. കൃത്യമായി മറുപടി പറയുക എന്നത് വളരെ പ്രയാസമാണ്. കാരണം പല ഘടകങ്ങൾ ചേർന്നതാണ് ഒരു ജീവിത ഉയർച്ച എന്നുള്ളത്. ഒരു വ്യക്തി ധനവാനായതുകൊണ്ട് മാത്രം അയാൾ ഉന്നതിയിൽ എത്തി എന്നുള്ളത് ശരിയല്ല. ഒരു മനുഷ്യജന്മത്തിൽ വളരെയധികം അറിവ് സമ്പാദിക്കുക, ആ അറിവ് സമൂഹ നന്മക്ക് ഉതകുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, സഹായം ആവശ്യമുള്ളവനെ സഹായിക്കുക, എല്ലാവരോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും കൂടി പെരുമാറുക, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു മനുഷ്യജന്മം പൂർണ്ണമാവുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനുമുപരി സന്തോഷവും സമാധാനവും സർവോപരി നല്ല ആരോഗ്യവും നിലനിർത്തി ജീവിക്കാൻ ആകുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് ആവശ്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പുതുതലമുറക്കായി താങ്കൾ എന്തെങ്കിലും ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ സാർ? അമൽ, വലിയൊരു ഉത്തരവാദിത്വമുള്ള കാര്യമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. വലിയ അറിവും പക്വതയുമുള്ള വ്യക്തികൾ ചെയ്യുന്ന ഒരു കാര്യവുമാണത്. എൻ്റെ ചെറിയ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന വലിയ അർത്ഥവത്തായ വാക്ക് നമ്മുടെ പുതിയ തലമുറയിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് മദ്യവും മയക്കുമരുന്നും മറ്റ് ഡ്രഗ്സുമെല്ലാം നമ്മുടെ ഒരു വിഭാഗം ചെറുപ്പക്കാരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. എനിക്ക് പറയാനുള്ളത്, അറിവും വിദ്യാഭ്യാസവുമുള്ള മുതിർന്ന വ്യക്തിത്വങ്ങളെ അനുകരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന സത്യസന്ധതയും ആത്മാർത്ഥതയുമുള്ളവരായി ഒരു പുതുതലമുറ ഉണ്ടാകുക എന്നുള്ളതാണ്. എനിക്ക് അവസാനമായി പറയാനുള്ളത്, ജീവിതത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടും ശക്തമായ ആഗ്രഹങ്ങളും നിലനിർത്തി എല്ലാ പ്രതിസന്ധികളെയും പോസിറ്റീവായി കണ്ട് തരണം ചെയ്യാൻ നമ്മുടെ പുതുതലമുറയ്ക്ക് കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാർ, താങ്കളുടെ സാന്നിധ്യം കൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് വർണ്ണാഭമാക്കിയതിൽ വളരെ സന്തോഷമുണ്ട് സാർ. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി സാർ. ഓർമ്മച്ചപ്പ് എന്ന ഈ പരിപാടിയിലേക്ക് എന്നെ അതിഥിയായി ക്ഷണിച്ചതിനും
എൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞതിന് താങ്കളോടും മാക് വിഷൻ ചാനലിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇനിയും മറ്റുള്ളവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാക് വിഷൻ ചാനലിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.